ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. SSC 13 10ാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സർവത്മന സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിചിന്തന വിഷയം വിശ്വാസ പ്രമാണം എന്നുള്ളതാണ്. ഏറ്റവും ആദ്യം ഹൃദിസ്ഥമാക്കുന്ന ഒരു ജപമെന്ന നിലയ്ക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ കാതൽ സംക്ഷിപ്തമായി അവതരിപ്പിക്കുന്ന ഒരു ജപമെന്ന നിലയ്ക്ക് വിശ്വാസ പ്രമാണം നമുക്ക് ചിരപരിചിതമാണ്. നമ്മുടെ ജീവിതവുമായി അഭേദ്യമായി അത് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇപ്പോൾ നമ്മൾ വിശ്വാസ പ്രമാണത്തെ ഒന്ന് പരിശോധിക്കുകയാണ്. എന്താണത്? എന്തുകൊണ്ടാണ് വിശ്വാസ പ്രമാണം അങ്ങനെ രൂപീകൃതമായിരിക്കുന്നത്? അതിൻ്റെ ചരിത്രം എന്താണ്? അതിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളവ ഏറെക്കുറെ സംക്ഷിപ്തമായി മാത്രം നമ്മൾ ഇന്ന് പഠിക്കുകയാണ്. നമുക്ക് പതിവുള്ളതുപോലെ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് ആരംഭിക്കാം. വിശ്വാസ പ്രമാണം എന്നത് സഭയുടെ പ്രസക്തി എന്താണ് എന്ന്, എങ്ങനെയാണ് നാം സഭയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ട് ദൈവാഭിമുഖ്യം പൂർവ്വം നമ്മളെ നയിക്കുന്ന വിശ്വാസത്തിന്റെ ഒരു പ്രകരണമാണ്. നമുക്കറിയാം, ചെറിയ വിശ്വാസ പ്രമാണം നമ്മൾ ചൊല്ലാറുണ്ട്. അതായത് സാധാരണഗതിയിൽ ജപമാലയുടെ ഇടയിലൊക്കെയുള്ള വിശ്വാസ പ്രമാണം. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമാണ്, കുറെ കൂടി വലുതാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ ചൊല്ലുന്ന വിശ്വാസ പ്രമാണം. എന്തുകൊണ്ടാണ് അത്? രണ്ട് വിശ്വാസങ്ങളാണ്. അതോ വിശ്വാസ പ്രമാണത്തിന്റെ വ്യത്യാസത്തിന്റെ കാരണം എന്താണ്? നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാം. പ്രധാനമായും രണ്ട് വിശ്വാസ പ്രമാണങ്ങളാണ് നമുക്കുള്ളത്. ഇതിന്റെ അർത്ഥം രണ്ട് വിശ്വാസങ്ങളെന്നല്ല, ഒരേ വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലിൽ ചില അല്പസ്വല്പ വിസ്താരവും ചുരുക്കവും വന്നിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പ്രധാനമായും രണ്ട് വിശ്വാസ പ്രമാണങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞു. അത് അപ്പസ്തോലന്മാരുടെ വിശ്വാസ പ്രമാണം, നിഖ്യ വിശ്വാസ പ്രമാണം എന്നിങ്ങനെ രണ്ടെണ്ണമാണ്. അപ്പസ്തോലന്മാരുടെ വിശ്വാസ പ്രമാണം എന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അപ്പസ്തോലന്മാരുടെ കാലത്ത് ഉത്ഭവിച്ചതും അപ്പസ്തോലിക പാരമ്പര്യത്തിൽ കൈമാറ്റം ചെയ്യപ്പെട്ടതുമാണ്. എങ്ങനെയാണ് ഈ അപ്പസ്തോലന്മാരുടെ വിശ്വാസ പ്രമാണം രൂപീകൃതമായത്? യഥാർത്ഥത്തിൽ ഒരു ആവശ്യത്തിന്റെ സൃഷ്ടിയാണ് ഈ വിശ്വാസ പ്രമാണം. പുതിയ വിശ്വാസികൾ സമൂഹത്തിലേക്ക് മാമോദീസായ്ക്ക് വേണ്ടി കടന്നു വരുമ്പോൾ അവരോട് വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ അവരെ കൊണ്ട് പറയിപ്പിച്ച് പൂർണ്ണ സമ്മതത്തോടു കൂടി സ്വതന്ത്രമായ മനസാക്ഷിയോടുകൂടി അവരത് സ്വീകരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടുന്ന ബാധ്യത തീർച്ചയായും സഭയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സഭ, നീ ഇന്നത് വിശ്വസിക്കുന്നുവോ, പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ, പുത്രനായ ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നുവോ, ഇങ്ങനെ ചോദ്യങ്ങളുടെ ഉത്തരം വഴിയായി വിശ്വാസം ഏറ്റുപറയുന്ന ഒരു സമ്പ്രദായം അന്ന് ഉത്ഭവിച്ചു. അതിന്നും നിലനിൽക്കുകയും ചെയ്യുന്നു. നമ്മൾ കണ്ടിട്ടുണ്ട്, മാമോദീസായിൽ ഇത്തരത്തിലുള്ള ഒരു വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലാണ് നടക്കുന്നത്. എന്നാൽ ഇതൊക്കെയും സംക്ഷിപ്തമായി, ഒരു പ്രകരണമായി, ഒരു ജപമായി, ഒരു പ്രസ്താവനയായി, ഒരു ഉയർത്തിപ്പിടിക്കുന്ന സത്യത്തിന്റെ പ്രകാശനമായി അവിടെ രൂപീകൃതമായി. യഥാർത്ഥത്തിൽ ഈ കൂദാശകൾക്ക് വേണ്ടിയും ബലിയർപ്പണത്തിനു വേണ്ടിയുമാണ്, വഴിതെറ്റാതെ വിശ്വാസത്തിൽ വ്യതിചലിക്കാതെ മുന്നേറുന്നതിന് വേണ്ടിയാണ് ഈ വിശ്വാസ പ്രമാണം ചരിത്രത്തിലെ ഒരാവശ്യം എന്ന നിലയ്ക്ക് രൂപീകൃതമായത്. വീണ്ടും കലർപ്പില്ലാത്ത വിശ്വാസം തലമുറകൾ തോറും കൈമാറേണ്ടുന്നതിന്റെ ആവശ്യം ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായ സൂത്രവാക്യങ്ങൾ ഉപയോഗിച്ച് തന്നെ, കൃത്യമായ സമവാക്യങ്ങൾ ഉപയോഗിച്ച് തന്നെ രൂപീകൃതമായ ഇത്
മനുഷ്യനെ കൃത്യമായും വിശ്വാസിയെ കൃത്യമായും ഞാൻ ഇന്നതാണ് വിശ്വസിക്കുന്നത് എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ സഹായിക്കും എന്നത് കണ്ടുപിടിച്ചത് കൊണ്ട് ഈ വിശ്വാസ പ്രമാണത്തെ സഭ നെഞ്ചോട് ചേർത്ത് തലമുറകൾ കൈമാറി അഭംഗുരം കാത്തു സൂക്ഷിച്ചു. ഈ നിങ്ങൾ പോയി സകല ജാതികളോടും സുവിശേഷം അറിയിപ്പിൻ എന്നും മാമോദിസ മുക്കുവിൻ എന്നുമുള്ള ക്രിസ്തുനാഥന്റെ കൽപ്പനയുടെ ഒരു പരിണിത ഫലമാണ് വിശ്വാസ പ്രമാണം എന്നതാണ് സത്യം. കാരണം അങ്ങനെ നമ്മൾ പോയി പ്രേക്ഷിതയാൽ ജ്വലിച്ച് സഭ പോയി ധാരാളം മാമോദിസാർത്ഥികൾ ഉണ്ടായി അവരെ വിശ്വാസത്തിലേക്ക് നയിക്കാനും അതിൽ കറയില്ലാത്ത വിശ്വാസം കാത്തു സൂക്ഷിക്കാനുമായി ഈ അപ്പസ്തോലന്മാരുടെ വിശ്വാസ പ്രമാണം രൂപം കൊണ്ടു എന്നേ പറയുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനായി നിഖ്യാ വിശ്വാസ പ്രമാണം? നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. തീർച്ചയായും എത്രമേൽ കൃത്യമായി പഠിപ്പിച്ചാലും മനുഷ്യനല്ലേ കലർപ്പ് കാണും, കലർപ്പ് ചെയ്യും. അപ്പോൾ പലപ്പോഴും പലയിടങ്ങളിലും ഈ വിശ്വാസത്തിൽ നിന്ന് അല്പസ്വല്പ വ്യതിചലനങ്ങളോടുകൂടി പലരും പല വിശ്വാസങ്ങളും എടുത്തു കാണിച്ചു. അത് തീർച്ചയായും സഭയുടെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ നിന്നുള്ള ഗൗരവതരമായ വ്യതിചലനങ്ങളായിരുന്നു. പലതും അങ്ങനെ പരിണമിച്ചു. അങ്ങനെ ഇരിക്കെ AD 365 നിഖിയ സൂനഖദോസ് ഈ വിശ്വാസ പ്രമാണത്തെ കുറെ കൂടി കൃത്യമായി പരിഷ്കരിച്ച് എഴുതി. ഒരിക്കലും ഒരു വിശ്വാസത്തെയും ഖണ്ഡിക്കുകയല്ല ചെയ്യത്, പ്രത്യുത വിശ്വാസത്തിന്റെ ഈ പ്രസ്താവനയെ കുറെ കൂടി ദൈവശാസ്ത്രപരമായി ഭദ്രതയുള്ളത് ആക്കുകയും അടിത്തറ വിപുലീകരിക്കുകയും ചെയ്തുകൊണ്ട് അനുവാചകന് കൂടുതൽ കൃത്യമായി അത് മനസ്സിലാക്കുക, അതായത് തെറ്റിപ്പോകാത്ത വിധത്തിൽ മനസ്സിൽ ഉറപ്പിക്കുക എന്ന ദൗത്യത്തോടു കൂടിയാണ് ഈ നിഖ്യാ വിശ്വാസ പ്രമാണം രൂപീകൃതമായത്. വീണ്ടും 325 കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണത്തെ കോൺസ്റ്റാന്റിനോപ്പിളിലെ സൂനഹദോസിൽ അതൊന്നുകൂടി വിപുലീകരിക്കുകയുണ്ടായി. അതുകൊണ്ട് 381 വിശ്വാസ പ്രമാണത്തിൽ അതൊന്നുകൂടി പരിഷ്കരിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്തു. അപ്പൊ 325 നിഖ്യായിലെ ആദ്യ കൗൺസിൽ രൂപീകൃതമായത്. രണ്ടാമത്തത് AD 381 കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിൽ ഇതൊന്നുകൂടി പരിഷ്കരിച്ചത്. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഈ നിഖ്യാവിശ്വാസ പ്രമാണത്തെ, ഇന്ന് നമ്മളുടെ കയ്യിൽ കാണുന്ന നിഖ്യാവിശ്വാസ പ്രമാണത്തെ നിഖ്യ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണം എന്ന് പറയുന്നതിലും തെറ്റില്ല. ചരിത്രപരമായി അത് ശരിയുമാണ്. ഇനി നമ്മൾ അപ്പസ്തോലന്മാരുടെ വിശ്വാസ പ്രമാണവും നിഖ്യ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണവും തമ്മിലുള്ള വ്യത്യാസമല്ല, അവ തമ്മിലുള്ള പദപരമായ വിശ്വാസത്തിന്റെ പ്രകാശനത്തിലുള്ള സാധർമ്മ്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പസ്തോലന്മാരുടെ വിശ്വാസ പ്രമാണം, അതായത് പ്രാചീനമായ വിശ്വാസ പ്രമാണത്തിൽ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളത്. എന്നാൽ നിഖ്യ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണത്തിൽ അതേ കാര്യം തന്നെ കുറെ കൂടി സാഹിത്യപരമായി ഉയർന്നു നിൽക്കുന്നതും തത്വശാസ്ത്രപരമായും ദൈവശാസ്ത്രപരമായും ഭദ്രതയുള്ളതുമായ ഒരു പ്രയോഗമാണ് അവിടെയുള്ളത്. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാത്തിൻ്റെയും. അപ്പൊ അവിടെ ഒരു എല്ലാത്തിനെയും ചൂഴ്ന്നു നിൽക്കുന്ന ഒരു സൃഷ്ടികർമ്മത്തിനകത്തു നിന്നും ഒന്നും അകന്നു പോകുന്നില്ല എന്നുപോലെ ഉള്ള ഒരു സർവവ്യാപിയായിരിക്കുന്ന ഒരു എല്ലാ കാര്യങ്ങൾക്കും സൃഷ്ടാവായിരിക്കുന്ന എന്നുള്ള ഒരു വിശേഷണം അവിടെ കൊടുത്തിരിക്കുകയാണ്. ഏക ദൈവത്തിൽ ഏകം എന്നുള്ളത് അവിടെ വിശേഷിപ്പിച്ചു. ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇതിന് അടിസ്ഥാനപരമായിട്ട് ഒരു മാറ്റം ഉണ്ടോ? ഒരു മാറ്റമില്ല. എന്നാലും കുറെ കൂടി കൃത്യതയുള്ളതാണ് എന്ന് മാത്രം. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു, തീർന്നു. അപ്പസ്തോലന്മാരുടെ വിശ്വാസ പ്രമാണത്തിൽ അത്രയുള്ളൂ. എന്നാൽ വളരെയേറെ ദൈവശാസ്ത്രത്തിന്റെ ആഴങ്ങളിലേക്ക് പോകുന്നതാണ് ഇതേ സംഗതി തന്നെ, ഈ പ്രസ്താവന തന്നെ നിഖ്യാവിശ്വാസ പ്രമാണത്തിലുള്ളത്. ഏകനാഥനും ഏകകർത്താവും എന്നും വിവർത്തനം ചെയ്യാം. ഏകനാഥനും ദൈവത്തിന്റെ ഏകപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യയിൽ ഏകനുമായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു.
അവിടുന്ന് വഴി സകലതും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി. ഒരു സംശയം ചോദിച്ചേക്കാം, ഇതെന്തിനാ ഇങ്ങനെ വിസ്തരിച്ച് പറയുന്നു? കാരണമുണ്ട്. അവൻ ജനിച്ചവനാണ്, അഥവാ അവന്റെ കാലത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അവൻ ജനിച്ചത്. ഒരു വാദം എന്ന് പറഞ്ഞാൽ ഒരു പാഷണ്ഡത. വീണ്ടും അവൻ പിതാവിനോട് സമനല്ല എന്നുള്ള ഒരു പാഷണ്ഡത, ദൈവത്തിൽ നിന്നുള്ള ദൈവമല്ല എന്നൊരു മറ്റൊരു പാഷണ്ഡത. ഇതിങ്ങനെ കാലാകാലങ്ങളിൽ വിശ്വാസ വ്യതിചലനങ്ങൾ വരുമ്പോൾ വളരെ കൃത്യമായി ഈ വിശ്വാസത്തെ നിർവചിച്ച് ഉയർത്തി കാണിക്കുന്ന മധ്യസ്ഥ സഭയ്ക്കുള്ളത് കൊണ്ട് ഇത്തരം വിശദീകരണങ്ങൾ അവിടെ ഉണ്ടായി എന്നേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായ കന്യകാമറിയത്തിൽ നിന്ന് പറഞ്ഞു. ഇവിടെ പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച മനുഷ്യനായി പറഞ്ഞു. അതൊരു തോന്നലായിരുന്നു എന്ന, അതായത് ദൈവം മനുഷ്യ ശരീരം സ്വീകരിച്ചത് മനുഷ്യന്റെ ഒരു തോന്നലായിരുന്നു എന്നൊരു വാദം ഉണ്ടായിരുന്നെങ്കിൽ അതിനെ ഖണ്ഡിക്കാൻ വേണ്ടിയാണ് ശരീരം സ്വീകരിച്ച് എന്ന് തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത്. വീണ്ടും പന്തിയോസ് പിലാത്തോസിന്റെ ഭരണത്തിന് കീഴിൽ അവിടുന്ന് പീഡകൾ സഹിക്കുകയും ക്രൂശിക്കപ്പെടുകയും മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്തു. അവിടുന്ന് പാതാളങ്ങളിലേക്ക് ഇറങ്ങി. പന്തിയോസ് പീലാത്തോസിന്റെ ഭരണത്തിന് കീഴിൽ അവിടുന്ന് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. ഇനി വീണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ആണ് അപ്പസ്തോല പ്രവർത്തനങ്ങളിലെങ്കിൽ, വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് അത് ഈശോയുടെ വീർപ്പ് രേഖപ്പെടുത്തപ്പെട്ടതാണ്. പ്രവചനങ്ങളുടെ പൂർത്തീകരണവും കൂടെയാണ് എന്നുള്ളത് അവിടെ സ്ഥാപിക്കുകയാണ്. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തനായ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരും. ഇത്രയുണ്ട് അവിടെ ആദ്യത്തേത്. എങ്കിൽ നിഖ്യാ വിശ്വാസ പ്രമാണത്തിൽ കുറെ കൂടി വിസ്തരിച്ചിട്ടാണ് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു, ഒരു വ്യത്യാസവുമില്ല. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിത്യമായ രാജ്യത്തിലേക്കാണ് അവിടുന്ന് നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്നുള്ളതിന്റെ സൂചനയും ഉറപ്പും നമുക്ക് തരുന്നു. പരിശുദ്ധാത്മാവിലും എന്നൊരൊറ്റ വാക്കാണ് അപ്പസ്തോലന്മാരുടെ വിശ്വാസ പ്രമാണത്തിലുള്ളത്. ബാക്കിയൊക്കെ അവരുടെ ഹൃദയത്തിലാണുള്ളതെങ്കിൽ ഇവിടെ വളരെ മനോഹരമായ ഒരു വിസ്താരത്തോടു കൂടെയാണ്, ഒരു വർണ്ണനയോടു കൂടെയാണ് ഈ നിഖ്യാ വിശ്വാസ പ്രമാണമുള്ളത്. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കും. ഇവിടെ നമുക്ക് അതിന്റെ മനോഹാരിത നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വീണ്ടും പരിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ സഭയുടെ ലക്ഷണം പറഞ്ഞുകൊണ്ടാണ് നിഖ്യാ വിശ്വാസ പ്രമാണത്തില് ഈ കാര്യം വിസ്തരിച്ചിരിക്കുന്നത്. ഏകവും പരിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏക ജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുന്നു. പാപങ്ങളുടെ മോചനം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആദ്യത്തേതില്. അതിന് ജ്ഞാനസ്നാനമാണ് കാരണഭൂതമായിരിക്കുന്നത് എന്ന ആ കുദാശയെ സംബന്ധിച്ച സൂചന അവിടെ ഇല്ല. പക്ഷെ ആ കുദാശയ്ക്ക് വേണ്ടിയാണ് സത്യത്തിൽ മാമോദിസയ്ക്ക് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോ പാപമോചനത്തിനുള്ള ഏക ജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുന്നു. മരിച്ചവരുടെ ഉയർപ്പും ശരീരങ്ങളുടെ ഉയർപ്പ് എന്നുള്ളത് മരിച്ചവരുടെ ഉയർപ്പും രണ്ടും ഒന്ന് തന്നെയാണ്. വരാനിരിക്കുന്ന ലോകത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. ഇവിടെ വിശ്വാസത്തെ പ്രതീക്ഷ കൂടിയാക്കി നമ്മുടെ ജീവിതത്തിലെ ഒരു ഏക ആഗ്രഹമാക്കി മാറ്റാൻ, പ്രിയോറിറ്റൈസ് ചെയ്യാൻ, മുൻഗണന തരാൻ ഈ നിഖ്യാ വിശ്വാസ പ്രമാണം ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് സത്യം. നമുക്കിനി അടുത്ത ഈ വിശ്വാസ പ്രമാണത്തെ നമുക്കൊന്ന് അപഗ്രഥനപരമായി ഒന്ന് സമീപിക്കാം. വിശ്വാസ പ്രമാണത്തെ സംബന്ധിച്ചിടത്തോളം അതിന് 3 ഭാഗങ്ങളാണ് ഉള്ളത് എന്നാണ് പറയപ്പെടുക. ഒന്നാമത്തേത് വിശ്വാസ പ്രമാണം 3ആയി തരംതിരിച്ചാൽ, ഒന്നാമത്തേത് പരിശുദ്ധ ത്രിത്വത്തിലെ ഒന്നാമത്തെ ആളും അത്ഭുതകരമായ സൃഷ്ടികർമ്മവും. തീർച്ചയായിട്ടും നമുക്കറിയാം ആരെയാണ് ഉദ്ദേശിക്കുന്നത്, പിതാവായ ദൈവത്തെ. രണ്ടാമത്തെ ആളും മനുഷ്യരക്ഷാകർമ്മത്തിന്റെ ദിവ്യരഹസ്യവും. ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ഈശോ മിശിഹാ തമ്പുരാനെ അഥവാ പുത്രൻ തമ്പുരാനെ. മൂന്നാമത്തെ ഭാഗത്ത് മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവിനെയും
നമ്മുടെ വിശുദ്ധീകരണത്തിന്റെ കേന്ദ്രവും ഉറവിടവുമായ തിരുസഭയെയും കൂദാശകളെയും സംബന്ധിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇത് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. 12 വകുപ്പുകളായിട്ടാണ് വിശ്വാസ പ്രമാണത്തെ തിരിച്ചിരിക്കുന്നത്. ഇത്രയും ചെറിയൊരു ജപമാണ്, ഇതിനെവിടെ വകുപ്പ് എന്നുള്ളത് ചിന്തിച്ചേക്കരുത്. അങ്ങനെയല്ല, ഇതിന് 12 വകുപ്പുകളുണ്ട്. ഇത് 12 വകുപ്പായിട്ട് തിരിച്ചിരിക്കുന്നതിന്റെ കാരണം അത് 12 അപ്പസ്തോലന്മാരെ സൂചിപ്പിക്കാനാണ് എന്നൊരു വാദമുണ്ട്. നല്ല കാര്യം. എന്തായാലും ശരി, നമുക്ക് 12 വകുപ്പായിട്ട് തന്നെ ഇത് പഠിക്കാം. ഒന്നാമത്തെ വകുപ്പ് ഒരു വാക്കാണ്. ഒരു വാക്കൊക്കെയാണ് ഒരു വകുപ്പ്. ആകെ 12 വാക്കുകൾ തന്നെ ഇല്ല, 12 വാചകങ്ങൾ തന്നെ ഇല്ലല്ലോ. അപ്പോ അഥവാ അത്രയൊക്കെ തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഓരോ വകുപ്പുകൾ എന്ന് പറയുന്നത് ദൈവശാസ്ത്രപരമായി നമുക്ക് സമീപിക്കാവുന്ന ഓരോ വ്യത്യസ്തങ്ങളും അതേസമയം പരസ്പര പൂരകങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതുമായ വിശ്വാസ സത്യങ്ങളുടെ പ്രകാശനമാണ് എന്നേ വിചാരിക്കേണ്ടതുള്ളൂ. ഒരൊറ്റ വാക്കാണ് ആദ്യത്തേത്. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരൊറ്റ വകുപ്പ് വിശദീകരിച്ചിരിക്കുകയാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1198 മുതൽ 421 വരെ. അപ്പൊ നമുക്ക് മനസ്സിലായി അത് എത്രമാത്രം വിശദീകരിക്കാനുണ്ട് എന്ന്. അപ്പോ നമ്മള് ഈ വകുപ്പ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സ്വർഗസ്ഥനായ എന്നാണ് ആദ്യത്തെ വാക്ക്. സർവശക്തനായ എന്നുള്ളതാണ് ആദ്യത്തെ വാക്ക്. ദൈവത്തിന്റെ ശക്തിയുടെ പ്രകാശനമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ സകലതും എന്നുള്ളതാണ്. നമ്മൾ അവിടെ ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ ഓംനി പൊട്ടൻറ്റ്, എല്ലാത്തിനും കഴിവുള്ളവനാ ദൈവം. ദൈവം അവിടത്തേക്ക് ശക്തി എന്ന് പറഞ്ഞാൽ വെറും ഒരു പവർ എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പൊട്ടൻറ്റ് എന്ന് പറയുമ്പോൾ അതിന് സാധ്യതയും കഴിവുമുള്ള എന്നുള്ളത്. ശക്തിയല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, വെറും മസിൽ പവറോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബലമോ അല്ല ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന് സാധ്യമാണ്, ദൈവത്തിനത് ദൈവനിശ്ചയപ്രകാരം അത് സംഭവിക്കും. അങ്ങനെയുള്ള അവിടുത്തെ അപരിമേയമായ ആ കാരുണ്യം അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്, സ്നേഹം സൂചിപ്പിക്കുന്നുണ്ട്, സ്നേഹം അതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്, അവിടുത്തെ ദയ ഉൾക്കൊള്ളുന്നുണ്ട്, മനുഷ്യനോടുള്ള സൃഷ്ടവസ്തുക്കളോട് സകലതിനോടുമുള്ള അവിടുത്തെ ബന്ധം സൂചിപ്പിക്കുന്നുണ്ട്. ആ ബന്ധമാണ് പിതാവും എന്നതിടത്ത് പറയുന്നത്. മനുഷ്യന് അവന് പിതാവാണ് എന്നാ പറയുന്നതല്ല, വിശ്വസിച്ചേറ്റു പറയുന്നത്. അപ്പോ ഇവിടെ 2 വിധത്തിലാണുള്ളത്. ഒന്ന്, പിതാവ് സർവശക്തനാണ്, അവിടുത്തേക്ക് സകലതും സാധിക്കുന്നതാണ്, കണ്ടിരിക്കുന്നതെല്ലാം അവിടുത്തെ സൃഷ്ടി വൈഭവമാണ് എന്ന് പ്രകീർത്തിക്കുന്നതോടൊപ്പം തന്നെ ആ ദൈവം എന്റെ പിതാവാണ് എന്ന് ദൈവം വെളിപ്പെടുത്തി തന്നതിനാൽ ഏറെ ആത്മവിശ്വാസത്തോടും ആത്മപരിശോധനയോടും കൂടെ ഏറെ ബലത്തോടുകൂടെ തളരാതെ, പ്രതിസന്ധികളിൽ തളരാതെ പ്രത്യാശാപൂർവ്വം നമുക്ക് പറയാൻ കഴിയണം, സർവശക്തനായ പിതാവാണ് അവിടുന്ന്. മനുഷ്യനോട് പിതാവാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തി ബന്ധപ്പെടുത്തി അപ്രകാരം മനുഷ്യനെ നയിക്കുന്നവരും സ്നേഹിക്കുന്നവരുമാണ് അവിടുന്ന് എന്നീ ഒരു കുഞ്ഞു ഈ വാക്ക് കുറിക്കൊള്ളുന്നു. വീണ്ടും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ എന്നാണ് പറയുന്നത്. ഇതിനെ ഒരൊറ്റ വാക്കില് സൃഷ്ടപ്രപഞ്ചം മുഴുവൻ അവിടുത്തെ സൃഷ്ടിയാണ് എന്നുള്ളതിന്റെ ഏറ്റുപറച്ചിലാണ്. വീണ്ടും ആകാശം ഭൂമി എന്ന് പറയുന്നത് സ്പർശ്യവും അസ്പർശ്യവുമായ, നമുക്ക് സ്പർശിക്കാവുന്നത് അഥവാ നമ്മുടെ ഈ പ്രപഞ്ചത്തിലുള്ളതൊക്കെ നമുക്ക് സ്പർശിക്കാവുന്നതാണെന്ന് വിചാരിക്കുക, അഥവാ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണെന്ന് വിചാരിക്കുക. സൂര്യൻ ഒരു കാലത്ത് നമുക്ക് സ്പർശിക്കാൻ പറ്റില്ല, പക്ഷെ നമ്മൾ അനുഭവിക്കുന്നുണ്ട് ചൂട്. അപ്പൊ അതിനെയൊക്കെ നമ്മൾ ദൃശ്യാദൃശ്യങ്ങളിലെ ദൃശ്യങ്ങളിലാണ് പെടുന്നത്. ആകാശം എന്ന് പറയുന്നത് നമുക്ക് ഒരു സങ്കല്പം മാത്രമാണ്, പിന്നെ അതിന്റെ അങ്ങോട്ട് എന്തൊക്കെയാണ്. അപ്പൊ സങ്കല്പത്തിലുള്ളതും നമുക്ക് വാസ്തവമായി നമ്മൾ അനുഭവപ്പെടുന്നതും അദൃശ്യവും ദൃശ്യവുമായ, ഗോചരവും അഗോചരവുമായ, സ്പർശനീയവും അസ്പർശനീയവുമായ എല്ലാ കാര്യത്തിന്റെയും സൃഷ്ടാവാണ് ദൈവം എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പോരാ, അതേസമയം രണ്ടാം ലാറ്ററൻ കൗൺസിൽ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവം സമയത്തിന്റെ ആരംഭത്തിൽ ശൂന്യതയിൽ നിന്ന് ഒരേ സമയം ആത്മീയവും ശാരീരികവുമായ 2 തരം ജീവികളെ, അതായത് മാലാഖമാരെയും ഭൗമിക ജീവികളെയും സൃഷ്ടിച്ചു. ആദ്യം മാലാഖമാരെ സൃഷ്ടിച്ചു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ആദിയിൽ ദൈവം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചതിന്റെ ആ വെളിച്ചം എന്ന് പറയുന്നത്, പ്രകാശം എന്ന് പറയുന്നത് പിന്നീടാണല്ലോ സൂര്യചന്ദ്രന്മാരെ സൃഷ്ടിച്ചതായിട്ട് റെക്കോർഡുള്ളത്. അപ്പൊ ഈ സൂര്യചന്ദ്രന്മാരില്ലാതെ പിന്നെ എന്തെന്നാ ഒരു വെളിച്ചം എന്ന് നമ്മൾ സന്ദേഹിക്കേണ്ട. അത് സൂചിപ്പിക്കുന്നത് മാലാഖമാരുടെ സൃഷ്ടിയാണ് എന്ന് ചില സഭാപിതാക്കന്മാരുടെ പഠനമുണ്ട്. അതിനുശേഷമാണ്
മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് മനുഷ്യന് വേണ്ടുന്ന അടിസ്ഥാനപരമായ ഒരുപാട് കാര്യങ്ങൾ സൃഷ്ടിച്ചു. ഈ 6 ദിവസം അതാ സൃഷ്ടിച്ചത്. ബാക്ക്വേർഡ് ലിങ്കേജസ് എന്ന് നമുക്ക് പറയാം, ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് ലിങ്കേജസ്. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടാൽ അവന് ജീവിക്കാൻ വേണ്ടിയുള്ള സകല വസ്തുവകളും സൃഷ്ടിച്ചതിന് ശേഷം ആത്മാവും ശരീരവുമുള്ള മനുഷ്യനെ സൃഷ്ടിച്ചു. ഇതിനെപ്പറ്റി വിശുദ്ധ തോമസ് അക്വീനാസ് വളരെ ആലങ്കാരികമായി പറയുന്നത് ഇതാണ്: സ്നേഹത്തിന്റെ താക്കോൽ കൊണ്ട് അവിടുത്തെ കരം തുറന്നപ്പോൾ സൃഷ്ടികൾക്ക് അസ്തിത്വം കൈവന്നു. എന്തിനു സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ അവിടുത്തെ സ്നേഹിക്കാൻ വേണ്ടി, പരസ്പരം സ്നേഹിക്കാൻ വേണ്ടി. ആ ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സൃഷ്ടിയുടെ ദൈവത്തിന്റെ ആ കരവേലയാണ് സൃഷ്ടിയെന്നും, ദൈവത്തിന്റെ കരവേലയാണ് സൃഷ്ടിയെന്നും, ആ സൃഷ്ടിയുടെ പ്രചോദന കാരണം ദൈവത്തിന്റെ മനുഷ്യനോടുള്ള അഥവാ അവിടുത്തെ സ്വഭാവം തന്നെയായിരിക്കുന്ന അദമ്യമായ സ്നേഹമാണെന്നും അവിടുന്ന് മനുഷ്യകുലത്തിന്റെ പിതാവാണെന്നും വിശ്വസിക്കുകയാണ് ഈ ഒരു വാക്യത്തിലൂടെ. വീണ്ടും പുത്രൻ തമ്പുരാനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 12 വകുപ്പുകളാണുള്ളത്. 2 മുതൽ 7 വരെ പുത്രൻ തമ്പുരാനെ അഥവാ ഈശോ മിശിഹായെ സംബന്ധിക്കുന്നതാണ്. 2, 3, 4 ദൈവത്തിന്റെ ഏകപുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. അവിടെ നിന്ന് പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായ കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു. യേശു ക്രിസ്തു പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ക്രൂശിക്കപ്പെടുകയും മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്തു. ഇതാണ് 3 അടുത്ത 7 വരെയുള്ള ബാക്കി 3. 5-ാമത്തേത് യേശു ക്രിസ്തു പാതാളത്തിലേക്ക് ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം ദിവസം ഉത്ഥാനം ചെയ്തു. വകുപ്പ് 6 യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു സർവശക്തനായ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. വകുപ്പ് 7 ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടെ നിന്ന് വീണ്ടും. ഈ വകുപ്പുകളെ നമ്മൾ ഒന്ന് പരിശോധിക്കുകയാണ്. എന്തൊക്കെയാണത്? ഒന്നാമത്തെ അതായത് വകുപ്പ് 2 ഇപ്രകാരമാണ് നമ്മളോട് പറയുന്നത്. 2-ാം വകുപ്പ് ദൈവത്തിന്റെ ഏകപുത്രനായ, ഇതാണ് ആദ്യത്തെ വാക്ക്. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്കുന്നതിനും മുമ്പുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം ഉപപിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹ. അതാണ് അതിന്റെ വിശദീകരണം. ഇത് നമ്മുടെ കുർബാനയിൽ, വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഏറ്റുപറയുന്ന വിശ്വാസ പ്രമാണത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ ഏകപുത്രൻ എന്നുള്ളതിനകത്ത് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കപ്പെടുന്നതും വിശദീകരിക്കപ്പെടുന്നതും എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇങ്ങനെ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ എന്തു വേണം എന്നുള്ളത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16:16-ലും 17-ലും നമ്മളോട് പറയുന്നു. ശമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ദൈവത്തിന്റെ ഏകപുത്രൻ എന്നുള്ളതിന്റെ ഏറ്റവും സരളമായ ഒരു വിശദീകരണം അദ്ദേഹം കൊടുത്തത്. വീണ്ടും യേശു അവനോട് പറഞ്ഞു, അരുളി ചെയ്തു, യോനയുടെ പുത്രനായ ശമയോനെ, നീ ഭാഗ്യവാൻ, മാംസ രക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നു. അതായത് നാം ഇത് വിശ്വസിക്കുമ്പോൾ പിതാവായ ദൈവത്തിന്റെ അഭീഷ്ടമനുസരിച്ചും അനുഗ്രഹത്താലുമാണ് നമ്മൾ ഇത് വിശ്വസിക്കുന്നത് എന്നതാണ് സത്യം. അതുകൊണ്ട് നമ്മൾ ഈശോ മിശിഹാ ഏകപുത്രനാണ് എന്ന് ഈ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുപറയുമ്പോൾ പിതാവായ ദൈവത്തിന്റെ അനുഗ്രഹത്തെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ആ അനുഗ്രഹം ഉണ്ടെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇത് പറയുന്നത്. വീണ്ടും യേശു എന്ന പേരാണ് അവിടെ. യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു അഥവാ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു, രണ്ടും ഒന്നും. അതെന്തുകൊണ്ട് അങ്ങനെ യേശു ക്രിസ്തു എന്ന് വിളിക്കുന്നത്? ആ നാമത്തിന്റെ മഹനീയത എന്തെന്നാൽ അത് ദൈവത്തിന്റെ നിശ്ചയപ്രകാരമുള്ളത്. അവളൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. യേശു ക്രിസ്തു എന്ന ഒരൊറ്റ വാക്ക് സൂചിപ്പിക്കുന്നത് എന്റെ പാപത്തെ മോചിപ്പിക്കുന്നവന്റെ നാമത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:21 വിശദീകരണം അപ്രകാരമാണ്. വീണ്ടും യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ക്രിസ്തു, അപ്പസ്തോല പ്രവർത്തനം 2:36 പറയുന്നു, അതിനാൽ നിങ്ങൾ ക്രൂശിൽ തറച്ചു തന്ന യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തി എന്ന് ഇസ്രായേൽ ജനം മുഴുവൻ വ്യക്തമായി അറിയട്ടെ. അവനാണ് അഭിഷേകം ചെയ്യപ്പെട്ടവൻ, അവനാണ് മിശിഹ, അവന്റെ നാമത്തിലാണ് പാപമോചനം എന്നിങ്ങനെ വളരെ കൃത്യമായി നമ്മൾ സൂചിപ്പിക്കുകയാണ് ഈ ഒരൊറ്റ വാക്യത്തിലൂടെ. വീണ്ടും അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി എന്നതാണ് അടുത്ത വാക്ക്. പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി എന്ന് പറയുമ്പോൾ നാം പറയുന്നത് ഏതെങ്കിലും ഒരു കുഞ്ഞിന്റെ ഗർഭസ്ഥമാകലോ പിറവിയോ ഒന്നുമല്ല. ആ കുഞ്ഞ് ആരാണ് എന്നും കൂടി നമ്മൾ ഏറ്റു പറയുന്നുണ്ട്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, ആദിയിൽ ഉണ്ടായിരുന്ന വചനമാണ് അവനെന്നും
അവന്റെ മഹത്വമാണ് ഗർഭസ്ഥമായ ആ ശിശുവിൽ ഉള്ളതെന്നും കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം അവനിൽ ഉണ്ടെന്നും നമ്മൾ ഏറ്റുപറയുക. പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി. വീണ്ടും ഇവിടെ ഇതാ മാലാഖയുടെ അറിയിപ്പിനെ നമ്മൾ ഓർക്കുന്നു. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്നുള്ള ആ ദൈവിക വചനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നാം ഏറ്റുപറയുന്നത് പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി. കന്യകാമറിയത്തിൽ നിന്ന് എന്നൊരൊറ്റ വാക്കുണ്ട്. മറിയത്തിൽ നിന്ന് പിറന്നു എന്നല്ല, മറിയത്തിൽ നിന്ന് പിറന്നു എന്നല്ല, കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ മറിയത്തെ സംബന്ധിക്കുന്ന 4 വിശ്വാസത്തിന്റെ രഹസ്യങ്ങളെ, ഡോഗ്മകളെ നമ്മൾ ഏറ്റുപറയുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെയാണവ? ഒന്നാമത്തേത് മറിയത്തിന്റെ അമലോത്ഭവം, രണ്ടാമത്തേത് മറിയത്തിന്റെ ദൈവമാതൃത്വം, മൂന്നാമത്തേത് പരിശുദ്ധ മറിയത്തിന്റെ നിത്യകന്യാത്വം, നാലാമത്തേത് മറിയത്തിന്റെ സ്വർഗാരോപണം. ഈ 4 വിശ്വാസ സത്യങ്ങളെയും നമ്മൾ ഏറ്റുപറയുകയാണ് ഈ ഒരൊറ്റ വാക്യത്തിൽ. കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു. പൂർവാപര വൈരുദ്ധ്യമുള്ളതാ. അതായത് ഈ സ്റ്റേറ്റ്മെന്റുകളുടെ 2 വാക്യങ്ങൾ തമ്മിൽ വിരുദ്ധമാണ്. കന്യകയിൽ നിന്ന് പിറന്നു എന്നത് നടക്കുകയില്ല. കാരണം പിറന്നു കഴിഞ്ഞാൽ കന്യകയല്ലാതെയാകുന്നുണ്ടല്ലോ. എന്നാൽ ഇവിടെ നമ്മൾ ഉറപ്പിച്ചു പറയുന്നു കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു. സവിശേഷമായ വിധത്തിൽ ഈ പ്രകൃതിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ, മനുഷ്യ പ്രകൃതിക്കും ലോകത്തിന്റെ നിയമങ്ങൾക്കും മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ മറിയത്തിന് പ്രത്യേകതയുണ്ടെന്നും അത് ഈ 4 പ്രത്യേകതകളാണെന്നും നാം ഉറപ്പിച്ചേറ്റു പറയുന്നതാണ് ഈ ഒരൊറ്റ വാക്യത്തിലൂടെ കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു എന്നുള്ളത്. ഒന്നുകൂടി പറയുന്നു, ആ ഡോഗ്മകൾ ഏതൊക്കെയാണ്? മറിയത്തിന്റെ അമലോത്ഭവം, നിത്യകന്യാത്വം, ദൈവമാതൃത്വം, സ്വർഗാരോപണം. വീണ്ടും യേശുക്രിസ്തു പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ക്രൂശിക്കപ്പെടുകയും സ്മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്തു. ഇവിടെ വിചിത്രമായ ഒരു കാര്യമുണ്ട്. ഒരു വിശുദ്ധനല്ലാത്ത, അഥവാ അങ്ങനെയൊന്നും വിശുദ്ധനല്ല എന്ന് പറഞ്ഞാൽ ഈ പന്തിയോസ് പീലാത്തോസ് വിശുദ്ധനായിട്ട് ഗണിക്കുന്ന ചില സഭകളുണ്ട്. നമ്മുടെ കത്തോലിക്ക സഭ എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. കോപ്റ്റിക് സഭകളിലെ ചില പാരമ്പര്യത്തിൽ പീലാത്തോസ് മാനസാന്തരപ്പെട്ടു എന്നൊക്കെ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. എന്തിനാണ് ഈ ഒരു പന്തിയോസ് പീലാത്തോസിന്റെ കാര്യം അവിടെ എടുത്തു പറയുന്നത്? അനാദിയിലെ ഉണ്ടായിരുന്നവനും സകല സൃഷ്ടികൾക്കും കാരണമായവനും ദൈവവുമായവൻ ചരിത്രത്തിന്റെ ഒരു പ്രത്യേക നിമിഷങ്ങളിൽ, അന്ന് പീലാത്തോസ് ഭരിച്ചുകൊണ്ടിരുന്നു, പന്തിയോസ് പീലാത്തോസ് ഭരിച്ചുകൊണ്ടിരുന്നു. ചരിത്രത്തിന്റെ ഒരു പ്രത്യേക നിമിഷത്തിൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ആ നിമിഷത്തെയാണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. ആ ചരിത്രപരമായ ദശാസന്ധിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന ദിവസം, ഇന്ന കാലഘട്ടത്തിൽ, ഇന്ന മാതിരി നമ്മൾ ഏറ്റുപറയുകയാണ്. ഇവിടെ മാംസ ശരീരങ്ങളുള്ള മനുഷ്യനായി ദൈവം പിറന്നു, സർവശക്തനായ ദൈവം പിറന്നു എന്ന് നമ്മൾ അഭിമാനത്തോടും ഉറച്ച സ്വരത്തോടും കൂടി ഏറ്റുപറയുന്നതാണ്, വിശ്വസിച്ചുകൊണ്ട് ഏറ്റുപറയുന്നത്. അവിടെ പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് എന്നതിന് വലിയൊരു ശക്തിയുണ്ട്. ആ വാക്ക് ഉദ്ദേശിക്കുന്ന ആശയത്തിന് അതിതാണ്. അവർണ്ണനീയനായ ദൈവം, കാലാതിശായിയായ ദൈവം കാലത്തിലേക്ക് പ്രവേശിച്ചു എന്നുള്ളതാണ്. പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. അതാണ് അടുത്തത്. പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ചു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, സംസ്കരിക്കപ്പെട്ടു. എന്തിനു വേണ്ടിയാണ് പീഡകൾ സഹിച്ചത്? പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ അയച്ച് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ പാപങ്ങളുടെ യഥാർത്ഥ പരിഹാരം അവൻ ഏറ്റെടുത്തു. സ്നേഹത്താൽ അവൻ നമ്മളുടെ ആ ശിക്ഷ മുഴുവൻ സ്നേഹത്തിന്റെ അദമ്യമായ പ്രകാശനമായ അവൻ അവിടുന്ന് അത് ഏറ്റെടുക്കുകയാണ്. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. യെശയ്യാ 53:5 സഹനദാസനെ കുറിച്ച് വിവരിക്കുന്നു. ഇത് തന്നെ
കൊളോസിയ ലേഖനത്തിന്റെ 1:22 ഇപ്രകാരം പറയുന്നു, ഇപ്പോൾ ക്രിസ്തു തന്റെ മരണം വഴി അവിടുത്തെ സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. ആ ശരീരത്തിൽ അവൻ ക്രൂശിക്കപ്പെട്ടത്, ആ ശരീരത്തിൽ അവൻ പീഡകൾ സഹിച്ചത്, ആ ശരീരത്തിലാണ് അവൻ മർദ്ദനമേറ്റത്. നമ്മുടെ ആരുടെയും ശരീരവും ആത്മാവും മനസ്സും ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടി അവൻ തന്റെ ആത്മശരീര മാനസങ്ങളിൽ ഈ ശിക്ഷകളെ ഏറ്റുവാങ്ങി. എന്തിനു വേണ്ടി? അവിടുത്തെ മുമ്പിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിങ്ങളെ സമർപ്പിക്കുന്നതിന് വേണ്ടി അവൻ അപ്രകാരം ചെയ്തു. യേശു നമുക്ക് വേണ്ടിയാണ് അവിടെ ക്രൂശിൽ മരിച്ചത് എന്നുള്ളത് കാലാതിശായിയായവൻ കാലത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് മനുഷ്യകുലത്തിന്റെ പാപത്തിന് പരിഹാരം ചെയ്തു എന്നീ ഒരൊറ്റ വാക്യത്തിൽ നമ്മൾ അറിയുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. വീണ്ടും പാതാളത്തിലേക്ക് ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം ദിവസം ഉയർത്തു. വളരെ കൃത്യമായി നമ്മൾ അത് വിശദീകരിക്കുന്നത് മാർ നെസോറിയസിന്റെ കുർബാനക്രമത്തിലാണ്, കൂദാശാക്രമത്തിലാണ്. എല്ലാവർക്കും ജീവൻ നൽകുന്നതിനും മനുഷ്യവംശത്തിന്റെ പാപകടങ്ങൾ വീട്ടുന്നതിനും വേണ്ടി അവൻ മോചനദ്രവ്യമായി തീർന്നു. പാപനിമിത്തം മരണത്തിന് അടിമകളായി തീർന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ചു. തന്റെ വിലയേറിയ രക്തത്താൽ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങുകയും രക്ഷിക്കുകയും ചെയ്തു. അടുത്തത്, അവൻ പാതാളത്തിലേക്ക് ഇറങ്ങുകയും മരണത്തിന്റെ ബന്ധനങ്ങളെ അഴിക്കുകയും ചെയ്തു. പാതാളത്തിൽ അടയ്ക്കപ്പെടാൻ കഴിയാത്ത അവൻ ഞങ്ങളുടെ രക്ഷയുടെ ആദ്യ ഫലമായി 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. വീണ്ടും അവിടെ നമ്മൾ കാണുന്നു, എന്തെന്നാൽ അവിടുന്ന് തന്റെ ആത്മാവിനെ മരണത്തിൽ പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല, അവിടുത്തെ പരിശുദ്ധം ജീർണിക്കാൻ അവിടുന്ന് അനുവദിക്കുകയുമില്ല എന്ന പ്രവചനം നിവൃത്തിയാകുകയാണ് അവിടെ ചെയ്തത്. വീണ്ടും യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് സർവശക്തനായ പിതാവിന്റെ വലതു ഭാഗത്ത് ഇരിക്കുന്നു എന്ന് നാം ഏറ്റു പറയുന്നു. സകലത്തിലും ഒന്നാമനാകാൻ അവൻ നിദ്ര പ്രാപിച്ചവരുടെ ആദ്യ ഫലമായി തീർന്നു. സ്വർഗത്തിലേക്ക് ആരോഹിതനാവുകയും അങ്ങയുടെ മഹത്വത്തിന്റെ വലതു ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു എന്ന് മാർ നെസോറിയസിന്റെ കുർബാനക്രമത്തിലെ പ്രാർത്ഥനയിൽ നാം പ്രാർത്ഥിക്കുന്നു. വകുപ്പ് 6 ആണത്. എന്തുകൊണ്ടാണ് ഈ പിതാവിന്റെ വലതു ഭാഗത്ത് ഇരിക്കുന്നു എന്ന് പറയുന്നത്? പിതാവിന്റെ വലതു ഭാഗത്ത് എന്ന് പറഞ്ഞാൽ പിതാവിനോട് സമനും ദൈവികത്വത്തിന്റെ പരമമായ ബഹുമാനവും മഹത്വവും സിദ്ധിച്ചവനും എന്നുള്ളതാണ്. അല്ല ദൈവത്തിന് വലത്തും ഇടത്തും ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം എന്താ വെച്ചാൽ ദൈവം അരൂപിയാണ്. അപ്പൊ പിന്നെ അരൂപിയായ ഒരു ദൈവത്തിന് എവിടെയാ വലത്തും ഇടത്തും ഉണ്ടാകുന്നത്? പക്ഷെ ഇതൊരു പ്രയോഗമാണ്. ഈ പ്രയോഗത്തിന്റെ അർത്ഥം ദൈവത്തോട് തുല്യനും ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ ദൈവികത്വത്തിന്റെ ബഹുമാനവും ഒക്കെ ആയിരിക്കാനാണ്, ദൈവവുമായി ഏകസത്തയായിരിക്കുന്നതാണ്. വീണ്ടും ഒരു കാര്യം കൂടിയുണ്ട്, യഥാകാലം മാംസം ധരിക്കുകയും, അതെപ്പോഴാണെന്ന് നമുക്കറിയാം. അതേ ശരീരം മഹത്വം പ്രാപിച്ചു. മഹത്വപൂർണമായ അവിടുത്തെ ഉദ്ധിതമായ ശരീരത്തിലാണ് അവിടുന്ന് സ്വർഗാരോഹണം ചെയ്തത്. അടുത്തത് വളരെ കൃത്യമായി നാം മനസ്സിലാക്കണം, ശാരീരികമായി തന്നെ അവിടുന്ന് അവിടുത്തോടൊപ്പം ഉപവിഷ്ടനാണ്. യേശുക്രിസ്തു തിരിച്ചു വചനമായി പോവുകയല്ല ചെയ്യുന്നത്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചതിന് ശേഷം ഉദ്ധിതനായി കർത്താവ് ശാരീരികമായി തന്നെ ദൈവത്തോടൊപ്പമാണ്. അവിടുന്ന് വീണ്ടും വരും, ശാരീരികമായി തന്നെ വരും. നമ്മളെയും ആ അക്ഷയത്വം, ദീപ്തി, ലഘുത്വം, മഹിമ മുതലായിട്ടുള്ള പ്രത്യേകതകളുള്ള ശരീരവും ഉദ്ധിതമായ നിത്യമായ ആ അഴുകാത്ത ശരീരവും മഹത്വപൂർണമായ ആത്മാവോടും കൂടി നാമും ജീവിക്കാൻ വേണ്ടി, അങ്ങനെ നമ്മളെ വിളിച്ചു ചേർക്കാനും തന്റെ വലതുഭാഗത്ത് നിർത്താനും വേണ്ടി ഈശോ ഇനിയും വരും. വീണ്ടും മരിച്ചവരെയും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരും. ഇതാണ് വകുപ്പ് 7 നമ്മളോട് പറയുന്നത്. അത് വിധിക്കാൻ എന്ന് പറയുമ്പോ അതൊരു ഭയത്തിന്റെയോ അല്ലെങ്കിൽ നിരാശയുടെയോ ദിവസമല്ല. പ്രത്യാശാപൂർണമായ കാത്തിരിപ്പിന്റെ അവസാന ദിവസവും അവസാന മണിക്കൂറുമാണത്. ആ ഒരു മണിക്കൂറിന് വേണ്ടിയാ മനുഷ്യൻ ജീവിക്കേണ്ടതും ജീവിക്കുന്നതും. ഒരു വിശ്വാസി കേന്ദ്രീകരിക്കേണ്ടുന്നത് യുഗാന്ത്യോന്മുഖപരമായ ആ നിമിഷത്തിലാണ്. അതായത് അവസാനിച്ചു, ഇതാ കണ്ണുനീര് കടന്നുപോയി, ഇനി ഒരിക്കലും കണ്ണുനീരുണ്ടാവില്ല, പുതിയ ആകാശവും പുതിയ ഭൂമിയും. അതിനുവേണ്ടിയാ നമ്മൾ ജീവിക്കുന്നത്. ഈ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ക്ഷണികമാണ്. നമ്മുടെ മരണം എന്ന് പറഞ്ഞാൽ ഇവിടെ അവസാനിക്കുന്നതല്ല, അവിടെ തുടങ്ങുന്നത്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ തിരുമേനി എവഞ്ചീലിയം വീത്തെ എന്ന ജീവന്റെ സുവിശേഷം എന്ന ചാക്രിക ലേഖനത്തിന്റെ ആദ്യത്തെ ഖണ്ഡികയിൽ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്, മരണം എന്നത് ഒടുക്കമല്ല, ഒടുങ്ങാത്ത ജീവിതത്തിന്റെ തുടക്കമാണ് എന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുന്ന് വിധിക്കുന്നത് നമ്മുടെ
അനശ്വരമായ അവിടുത്തോടത്തുള്ള ജീവിതത്തിന്റെ പ്രഥമ കടമ്പ എന്ന നിലയ്ക്ക് നമുക്ക് ആനന്ദദായകമായിരിക്കണം, പ്രത്യാശാദായകമായിരിക്കണം. ആ ഒരു ഒരുക്കത്തിന് വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തെ ഇവിടെ ക്രിസ്തീയമായി നമ്മൾ ക്രമപ്പെടുത്തേണ്ടത്. വീണ്ടും ഈ 12 വകുപ്പുകളിൽ 8 മുതൽ 12 വരെയുള്ള വകുപ്പുകൾ പരിശുദ്ധാത്മാവ് എന്നതും വിശുദ്ധീകരണത്തിന്റെ കേന്ദ്രവും ഉറവിടവും എന്നതും കൈകാര്യം ചെയ്യുന്നു. വകുപ്പ് 8 ഇതാണ്: പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ദൈവത്തെ ദൈവമായി മനസ്സിലാക്കാനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനം എന്തെന്ന് മനസ്സിലാക്കാനും വിശ്വസിക്കാനും പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യമാണ്. യേശു കർത്താവാണ് എന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കുമേ സാധിക്കുകയില്ല. വീണ്ടും പിതാവേ എന്ന് വിളിക്കുന്ന, ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തന്റെ പുത്രനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു. ഇത് രണ്ടും വിശുദ്ധ പൗലോസാ പറയുന്നു. അതായത് ദൈവത്തെ പിതാവെന്ന് വിളിക്കാനും ഈശോയെ കർത്താവെന്ന് വിളിക്കാനും നമുക്ക് പരിശുദ്ധാത്മ സംസർഗം ആവശ്യമാണ്. വീണ്ടും സഭയിൽ ഉൾച്ചേരാനും ദൈവോന്മുഖമായി ഈ സഭയിൽ ദൈവോന്മുഖമായി വഴി നടക്കാനും നമുക്ക് പരിശുദ്ധാത്മ ശക്തി ആവശ്യമാണ്. മാമോദീസായിൽ ലഭിക്കുന്ന പരിശുദ്ധാത്മ ചൈതന്യത്താലാണ് നാം സ്വർഗോന്മുഖമായി ഈ ലോകത്തിൽ യാത്ര ചെയ്യുന്നതും അവസാനം ഇതേ പിതാപുത്ര പരിശുദ്ധാത്മാവിനെ നേരിൽ കണ്ട് ആനന്ദിച്ച് നാം സ്വർഗപ്രാപ്തി കൈവരിക്കുന്നു. വീണ്ടും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയുടെ ആരംഭം മുതൽ പൂർത്തീകരണം വരെ, അതാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്. പരിശുദ്ധാത്മാവ് പിതാവിനോടും പുത്രനോടും ഒപ്പം പ്രവർത്തിക്കുന്നു. അപ്പോ ഈ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? പുതിയ സൃഷ്ടിയുടെ ആദ്യജാതന് ശിരസ്സുമായ ക്രിസ്തുവിൽ പൂർത്തിയാക്കപ്പെട്ട ഈ ദൈവിക പദ്ധതി ഇപ്പോൾ ആത്മാവിന്റെ പ്രവാഹം വഴി മനുഷ്യവർഗത്തിൽ എങ്ങനെയാണത് അവിടുത്തെ രക്ഷ, നമുക്ക് പരിശുദ്ധാത്മ സംസർഗത്തിന്റെ രക്ഷ നമുക്ക് സ്വായത്തമാകുന്നത്? തിരുസഭയിലൂടെ, പുണ്യവന്മാരുടെ ഐക്യത്തിലൂടെ, പാപങ്ങളുടെ മോചനത്തിലൂടെ, ശരീരത്തിന്റെ പുനരുത്ഥാനത്തിന്റെ വിശ്വാസത്തിലൂടെ, നിത്യജീവിതം കരഗതമാകുന്നതിലൂടെ. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും സഭയിൽ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്? സഭയുടെ പ്രാധാന്യം എന്താണ് നാം നോക്കുന്നു. പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പരിശുദ്ധ കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ സഭ എന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ്, മാർഗമാണ്, ലക്ഷ്യമാണ്. സഭ ഇപ്പോൾ ഇവിടെയുണ്ട്. ആദിയിൽ സഭയെക്കുറിച്ച് ഇസ്രയേലിയ ദൈവജനം എന്നുള്ള സങ്കല്പത്തിൽ എന്നുള്ള ആ പ്രതീകം ഉപയോഗിച്ച് സഭയെക്കുറിച്ച്, പരിശുദ്ധ സഭയെക്കുറിച്ച് പഴയ നിയമത്തിൽ സംസാരിച്ചു. പുതിയ നിയമത്തിൽ ക്രിസ്തുവിന്റെ പ്രവർത്തികൾ വഴി അത് വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് അവിടുത്തെ സാമീപ്യത്തിൽ അഥവാ അവിടുത്തെ കാലഘട്ടത്തിൽ അത് വെളിവാക്കപ്പെട്ടു. വീണ്ടും ഈശോ മിശിഹായുടെ ക്രൂശുമരണവും പുനരുത്ഥാനവും വഴി സഭ എന്നത് യാഥാർത്ഥ്യമാക്കപ്പെട്ടു. അവിടുത്തെ അവിടുന്ന് ക്രൂശിൽ കിടക്കുമ്പോൾ അവിടുത്തെ തിരുവിലാവിൽ നിന്നുള്ള രക്തത്തിലും ജലത്തിലും കൂടിയാണ് സഭയും മാമോദിസായും സഭ സൃഷ്ടിക്കപ്പെട്ടത് മുതലായിട്ടുള്ള മനോഹരമായ വ്യാഖ്യാനങ്ങളുണ്ട്. അത് സത്യവുമാണ്. സഭാപിതാക്കന്മാരുടെ ആ വ്യാഖ്യാനങ്ങളിലാണ് എന്താണ് സഭ എന്നും അത് എവിടെ നിന്നാണ് ആരംഭിച്ചത് എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നത്. ആദ്യം പ്രവാചകന്മാരാൽ അവിടെ സാക്ഷ്യപ്പെടുത്തപ്പെട്ട സഭ ഇതാ ഇവിടെ ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലും ഉത്ഥാനത്തിലും കൂടെ സാർത്ഥകമാകുന്നു. പിന്നെ പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടമാണ്. പരിശുദ്ധ അപ്പസ്തോലന്മാരിൽ പ്രവഹിക്കുന്നു, അവിടെ നിന്ന് നിറയുന്നു. അങ്ങനെ സഹിയോൻ നൂട്ടിശാലയിലൂടെ, ആ പ്രഘോഷണത്തിലൂടെ അനേകര് മാനസാന്തരപ്പെട്ടുകൊണ്ട് സഭയുടെ നവമായ ഇസ്രായേലിലോ അല്ലെങ്കിൽ ആ ഒരു ചെറിയ രാജ്യത്തോ ആ ഒരു ചെറിയ ഭൂപ്രദേശത്തോ മാത്രമുണ്ടായിരുന്ന ക്രിസ്തുവിന്റെ ജീവിതം ഇതാ, ക്രിസ്തു സന്ദേശം ഇതാ ലോകമെമ്പാടും കേൾക്കുന്നു. വെറും 23 വാക്യങ്ങൾ കൊണ്ട് 3000-ലധികം പേർ, 16 ജാതിയിൽപ്പെട്ട 3000-ലധികം പേർ ഹൃദയം തകർന്ന് മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വരുന്നു. ഒക്കെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന ഫലമാണ്. ആ പരിശുദ്ധാത്മാവ് നാളിതുവരെയും, ഇന്ന് നിങ്ങൾ ഈ കേൾക്കുന്ന നിമിഷം വരെയും അനുസ്യൂതം, അവിരാമം, അനർഗളം, ഒരു തെറ്റുമില്ലാതെ ദൈവോന്മുഖമായി തിരുസഭയെ നയിച്ചുകൊണ്ടിരിക്കുന്നു.
സഭ ഐക്യത്തിന്റെ കൂദാശയാണ്. എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും മനുഷ്യർ സഭയിൽ ഒരുമിച്ച് ചെയ്യും. പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ സഭയുടെ 4 സവിശേഷതകൾ നമ്മളൊന്ന് മനസ്സിൽ കൊണ്ടുവരണം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒറ്റ വാക്കിൽ തന്നെ നമുക്കത് ഉപസംഹരിക്കാവുന്നതേ ഉള്ളൂ. ഒന്നാമത്തേത് സഭ ഏകമാണ് എന്നുള്ളത്. രണ്ടാമത്തേത് സഭ ശ്ലൈഹികമാണ് എന്നുള്ളത്, അഥവാ അപ്പസ്തോലന്മാരുടെ തുടർച്ചയാണ് എന്നുള്ളത്. മൂന്നാമത്തേത് സഭ പരിശുദ്ധമാണ് എന്നുള്ളത്. പാപികളായ മനുഷ്യരാണ് അതിനകത്തുള്ളത്, പക്ഷേ സഭ അതിനാൽ തന്നെ പരിശുദ്ധയാണ്. പരിശുദ്ധിയുടെ വിളനിലവും പരിശുദ്ധിയുടെ കാരണക്കാരിയും വിതരണക്കാരിയും സാർവത്രികമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ ഇപ്പൊ എവിടെയൊക്കെ മനുഷ്യനുണ്ടോ, എവിടേക്ക് ഏത് ജാതിയിലുണ്ടോ, എവിടുത്തെ ഏത് സാഹചര്യങ്ങളിലുണ്ടോ, അവിടെയൊക്കെ സഭ ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ലീനമായി അഥവാ ഗോപ്യമായ വിധത്തിലും പ്രകാശിതമായ വിധത്തിലും സഭ സന്നിഹിതയാണ് എന്ന് നാം വിശ്വസിക്കുന്നു. ഇതാണ് സഭയെ സംബന്ധിക്കുന്ന ലക്ഷണങ്ങൾ എന്നുള്ളത് കൊണ്ട് നാം വീക്ഷിക്കുന്നത്. അടുത്തത് പരിശുദ്ധ കത്തോലിക്കാ സഭയെ ഞാൻ വിശ്വസിക്കുന്നു എന്നതിൽ നമ്മൾ 2 എണ്ണം കൂടെ വിശ്വസിക്കുന്നുണ്ട്. ഒന്ന്, പുണ്യവന്മാരുടെ ഐക്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അതിന് സാങ്ക്തി റിലേഷൻഷിപ്പ് എന്നാ പറയുക. വിശുദ്ധ വസ്തുക്കളിലുള്ള ഐക്യം, വിശുദ്ധരായ വ്യക്തികൾ തമ്മിലുള്ള ഐക്യം. ഒരേ പരിശുദ്ധ കുർബാന, അത് ആഫ്രിക്കയിലുള്ളവനും അന്റാർട്ടിക്കയിലുള്ളവനും ഈ കേരളത്തിലുള്ളവനും പേരാമ്പ്രയുള്ളവനും ഊരാച്ചുണ്ടിലുള്ളവനും എന്ന് വേണ്ട ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലുള്ളവനും ഒരേ വിരുന്ന് മേശയിലാണ് അപ്പം ഭക്ഷിക്കുന്നത്, ഒരേ രക്തമാണ് പാനം ചെയ്യുന്നത്, ഒരേ വിശുദ്ധിയിലാണ് അവർ പങ്കാളികളാകുന്നത്. അതുകൊണ്ട് അത് വിശുദ്ധ വസ്തുക്കളിന്മേലുള്ള ഐക്യമാണ്. എങ്കിൽ വിശുദ്ധർ തമ്മിലുള്ള ഐക്യം എന്നത് എവിടെയാണോ സഭ പീഡിപ്പിക്കപ്പെടുന്നത് അവിടെ നാം തോളോട് തോൾ ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ നമ്മൾ ഈ തീർത്ഥാടക സഭയിൽ ഭൗമിക സഭയിലുള്ള പരസ്പര ഐക്യം, അതാണ് ഒരു സൂചന. പരിശുദ്ധ മാർപ്പാപ്പായിൽ കീഴിൽ നമ്മൾ ഒരുമിച്ച് കർത്താവിന് വേണ്ടി അണിചേരുന്ന 24 വ്യക്തിസഭകളും ഒരുമിച്ച് കർത്താവിനെ വിളിക്കുന്ന ആ ഐക്യം അവിടെയുണ്ട്. വീണ്ടും അതിന് ഒരർത്ഥമുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകലരും സഭാഭേദമന്യം ഒരുമിച്ച് ചേരുമ്പോഴും അവിടെ ഐക്യം എന്ന് പറയുന്നത് ഏറെയോ കുറഞ്ഞോ സംജാതമാകുന്നു. അതിനേക്കാൾ ഒക്കെ ഉപരിയായി വിശുദ്ധരുടെ ഐക്യം എന്നത് സ്ഥലകാല സാഹചര്യങ്ങളെ ഉല്ലംഘിക്കുന്ന ഒരു ഐക്യത്തെ സംബന്ധിച്ചിട്ടാണ്. ഇവിടെ നിന്ന് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒന്നും നേരിട്ട് സ്വർഗത്തിലേക്ക് പോവുകയില്ല. കുറെ പേരൊക്കെ ശുദ്ധീകരണ സ്ഥലത്തിൽ അഥവാ സഹന സഭയിലായിരിക്കും. കുറെ പേരല്ല, ഒട്ടും ബഹുഭൂരിഭാഗം പേരും അങ്ങനെ ആയിരിക്കും. ശുദ്ധീകരണത്തിന് ശേഷമാണ് വിജയസഭയിലേക്ക് പോകുക. അപ്പൊ 3 അവസ്ഥകളുണ്ട്. ഒന്ന്, കർത്താവിനെ കണ്ട് ആനന്ദിക്കുന്ന വിജയസഭ. 2, പ്രത്യാശാപൂർവം കർത്താവിനെ കാണാമെന്ന പ്രതീക്ഷയിൽ ആനന്ദിച്ചു കൊണ്ടിരിക്കുന്ന പ്രതീക്ഷയുടെ സഭയായിരിക്കുന്ന ശുദ്ധീകരണ സഭ. മൂന്നാമത്തേത്, വിശുദ്ധിക്ക് വേണ്ടി സമരം ചെയ്യുന്ന, ഉന്നതങ്ങളിലേക്ക് കണ്ണു നട്ടുകൊണ്ട് യേശുവിനെ നോക്കിക്കൊണ്ട് തീർത്ഥാടനം ചെയ്യുന്ന, യേശുവിന്റെ സന്നിധിയിലേക്ക് തീർത്ഥാടനം ചെയ്യുന്ന തീർത്ഥാടക സഭ. പണ്ട് അതിനെ സമരസഭ എന്നാ പറഞ്ഞിരിക്കുന്നത്. ലോകം, പിശാച, ശരീരം, ഈ 3 എണ്ണത്തിനോട് സമരം ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ സമരസഭ എന്ന് പറയുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. 2 നാമധേയങ്ങളും സാർത്ഥകമാണ് താനും. അപ്പോ വിശുദ്ധരുടെ ഐക്യം എന്നത് അതാണ്. വീണ്ടും ഈ എല്ലാവരും ഒറ്റ സഭയിൽ കൂട്ടിച്ചേരുന്നു. ഇതാണ് അവസാനം വിജയസഭയിൽ നാം എത്തണം. അതാണ് ദൈവത്തിന്റെ പദ്ധതി. അവിടുത്തെ വിശുദ്ധരുടെ കരുണാദ്രമായ സ്നേഹം നമുക്ക് ലഭിക്കും. അതാണ് ഈ ഐക്യം. വിശുദ്ധർ മധ്യസ്ഥ പ്രാർത്ഥനയാൽ നമ്മളെ സഹായിക്കുന്നു. നമ്മളും വിശുദ്ധരും നമ്മുടെ പ്രാർത്ഥനകളാലും അവരുടെ മധ്യസ്ഥത്താലും സഹന സഭയിലുള്ള ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കളെ സഹായിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആളുകൾ അവരുടെ ആ ദൈവാനുഭവത്തിന്റെ അകൽച്ചയുടെ കാലഘട്ടം കഴിയുമ്പോൾ ശിക്ഷ എന്നതിനേക്കാൾ ഉപരിയായിട്ട് അത് ശിക്ഷയെക്കാളും രക്ഷയുടെ ഒരു ശിക്ഷണമാണെന്നേ പറയേണ്ടൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ സ്വർഗത്തിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് വേണ്ടി, നമ്മൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചോ അവർക്കൊക്കെ വേണ്ടി അവർ പ്രാർത്ഥിക്കാതിരിക്കുമോ? നന്ദി ഏതായാലും അവർക്കുണ്ടാവുമല്ലോ. അപ്പൊ പരസ്പരമുള്ള ഈ പ്രാർത്ഥനയുടെ ഒരു ചങ്ങലയും കൂടി ഈ പുണ്യവന്മാരുടെ ഐക്യം എന്നതിൽ നമ്മൾ ഏറ്റുപറയുന്നുണ്ട്. വീണ്ടും പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പരിശുദ്ധ മറിയത്തിന് കൊടുക്കുന്ന മഹത്വപൂർണമായ വണക്കം, വണക്കം ഉണ്ടല്ലോ, അതിനെയും നമ്മൾ സൂചിപ്പിക്കുന്നു. നമുക്കറിയാം പരിശുദ്ധ മറിയം നമ്മുടെ വിശ്വാസത്തിന്റെ
ഒരു പ്രധാന പ്രചോദന കാരണവും നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന സജീവ മാതൃകയും ക്രിസ്തീയ വിശ്വാസത്തിന്റെ കേന്ദ്ര ബിന്ദുവും ക്രിസ്ത്യാനി എന്ന് ആയിരിക്കുന്നതിന്റെ പൂർണ്ണതയുമാണ് മറിയം എന്ന് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നതിന്റെ കാരണമാണ്. ആ മറിയത്തിനാണ് സഭ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടത്. മറിയമാണ് സഭയുടെ പന്തക്കൊസ്താനുഭവത്തിന്റെ പിന്നാമ്പുറത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചത് എന്ന് നമുക്കറിയാം. പരിശുദ്ധ മറിയത്തോടും സ്ലീഹന്മാരോടും ഒപ്പം അവർ ഒരുമിച്ച് സന്നിഹിതരായിരുന്നപ്പോഴാണ് പരിശുദ്ധ ആത്മാവ് അവരുടെ ജീവിതത്തിലേക്ക്, അവരുടെ ഇടയിലേക്ക് കടന്നു വന്നത്. ഇന്നും സഭ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ അതിന്റെയൊക്കെ പിറകിൽ പരിശുദ്ധ മറിയത്തിന്റെ മാധ്യസ്ഥവും അവിടുത്തെ സജീവമായ സാന്നിധ്യവും ഉണ്ട് എന്ന് നാം അറിയുന്നു. വീണ്ടും അതുകൊണ്ട് നമ്മൾ സഭയുടെ മാതാവ് എന്ന് പരിശുദ്ധ മറിയത്തെ വിളിക്കുന്നു. വകുപ്പ് 10, പാപങ്ങളുടെ മോചനത്തിൽ ഞാൻ വിശ്വസിക്കും. പാപങ്ങളുടെ മോചനം എന്നത് പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് നൽകപ്പെട്ട അധികാരമാണ്. അവിടെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20:21 നമ്മൾ കണ്ടു, നിങ്ങൾ ആരുടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെടും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെടും. പരിശുദ്ധ മാമോദീസായിലൂടെ പാപവും പാപത്തിന്റെ അതേവരെയുള്ള ശിക്ഷകളും കാലികവും നിത്യവുമായ സകല ശിക്ഷകളും പാപത്തിന്റെ സകല ബന്ധനങ്ങളും അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും പ്രവണതയൊഴികെ ബാക്കിയെല്ലാം അവിടെ നിന്ന് മോചിക്കപ്പെടുന്നു. പൂർണ്ണമായ പാപമോചനം അവിടെ ലഭിക്കുന്നു. എന്നാൽ പാപം മനുഷ്യനായി സൃഷ്ടിക്കപ്പെട്ടു എന്ന കാരണത്താൽ പാപത്തിന്റെ പ്രവണത, ഇൻക്ലിനേഷൻ ടു സിൻ അവിടെ ഉണ്ട്. അത് ഉത്ഭവ പാപത്തിന്റെ ഒരു പരിണിത ഫലമാണ് മനുഷ്യനായതുകൊണ്ട്. അതുകൊണ്ട് അബദ്ധവശാൽ ചെയ്യുന്ന പാപങ്ങൾക്ക് കുംഭസാരം എന്ന കൂദാശയിലൂടെ പരിപൂർണതയിലേക്കുള്ള യാത്രയിൽ തുണയും സങ്കേതവും നൽകി പരിശുദ്ധ സഭ നമ്മെ അനുഗ്രഹിക്കുന്നു. വീണ്ടും വകുപ്പ് 11, ശരീരത്തിന്റെ ഉയിർപ്പിൽ ഞാൻ വിശ്വസിക്കുന്നു. ശരീരം എന്നത് എന്തുകൊണ്ടാണ് നമ്മളെ വളരെ ബഹുമാനിതമായി പെട്ടിയിലൊക്കെ അടയ്ക്കുന്നതും, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിന് ഇത്ര വലിയ പൂശുന്നതും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതും ഒക്കെ? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആളാണോ? അല്ലല്ലോ, പിന്നെന്താ എന്ന് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ഇവിടെ വിശ്വസിക്കുന്നത് കൊണ്ടാണ്, ഈ കാര്യം വിശ്വസിക്കുന്നതുകൊണ്ടാണ്. ഈ ശരീരം അക്ഷയമായി വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. ഈ ശരീരത്തിന് ഉദ്ധിതമായ ശരീരത്തിന്റെ പ്രത്യേകതകളോടുകൂടെ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കും. അതുകൊണ്ട് തന്നെ ഇത് മഹത്വപൂർണമായ ഒരു ശരീരമായി ദൈവാനുഭവത്തിലേക്ക് കടക്കാനുള്ള ശരീരമാണ്. അത് നമ്മുടെ ശരീരം എന്നത് ഈ പഞ്ചഭൂതങ്ങളിലേക്ക് ലയിച്ചു ചേർന്ന് എന്നേക്കുമായി അവിടെ നശിക്കാനുള്ളതല്ല, ദൈവത്തോടൊത്ത് ആനന്ദിക്കാനുള്ള, നിത്യഭാഗ്യത്തിൽ ആനന്ദിക്കാനുള്ളതാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നിത്യജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. 2 തരം വിധികളുണ്ട് നമുക്ക്. ഒന്ന്, മരിച്ചു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ ഉള്ള നിത്യവിധി, തനത് വിധി. ഓരോ മനുഷ്യനും മരണത്തിന്റെ നിമിഷം മുതൽ, മരിച്ചു എന്ന് ഉറപ്പു വന്നാലേ ആ നിമിഷം മുതൽ തന്റെ അമർത്യമായ ആത്മാവിൽ തന്റെ ശാശ്വതമായ പ്രതിഫലം സ്വീകരിക്കുന്നു. എന്താണ് ഈ ശാശ്വതമായ പ്രതിഫലം എന്ന് പറഞ്ഞാൽ? ഒരിക്കലും മാറാത്ത പ്രതിഫലം. ഉടനെ നമ്മൾ ചോദിക്കും, അയ്യോ ശുദ്ധീകരണ സ്ഥലം ശാശ്വതമാണോ? ശുദ്ധീകരണ സ്ഥലം ശാശ്വതമല്ല, പക്ഷെ ശാശ്വതമായ പ്രതിഫലമായ സ്വർഗഭാഗ്യത്തിന്റെ മുന്നോടിയാണ് ശുദ്ധീകരണ സ്ഥലം. അപ്പൊ ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ മരണം, അല്ലെങ്കിൽ നരകം. അത് മനുഷ്യന് ലഭിച്ചു കിട്ടും. പിന്നെ പൊതുവിധി എന്തിനു വേണ്ടിയാണ്? പൊതുവിധിയിൽ എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. ചെയ്ത നന്മ എന്താണെന്നും, ചെയ്യാമായിരുന്ന നന്മ എന്താണെന്നും, ചെയ്ത തിന്മ എന്താണെന്നും, ഒഴിവാക്കപ്പെടേണ്ടുന്നത് എന്താണെന്നും എന്റെ ജീവിതത്തെ ഞാൻ ക്രിസ്തുവിന്റെ മുമ്പിൽ വെച്ച് സകലരും പരിശോധിച്ച് ഉറപ്പുവരുത്തും. അവിടുന്ന് നീതിമാനായ ദൈവമാണെന്നുള്ളത് മനസ്സിലാക്കും. വീണ്ടും സ്വർഗം, നരകം, ശുദ്ധീകരണ സ്ഥലം, ഇതൊന്നുകൂടി ഒന്ന് സൂചിപ്പിക്കുകയാണ്. മരിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്കവാറും പേര് ശുദ്ധീകരണ സ്ഥലത്തിലാണ്. നിത്യജീവിതത്തെ സംബന്ധിക്കുന്ന ഒരു കൃത്യമായ കാഴ്ചപ്പാട് നമുക്ക് വേണം. ശുദ്ധീകരണ സ്ഥലത്തിലേക്കാണ് പോവുക. കാരണം മനുഷ്യനാണ്. നേരിട്ട് സ്വർഗഭാഗ്യത്തിലേക്ക് പോകുന്നവരില്ലേ? നിശ്ചയമായിട്ടുമുണ്ട്. ദൈവകൃപയാൽ അങ്ങനെ പോയ ധാരാളം വിശുദ്ധരുണ്ട്. നമ്മൾ അറിയുന്ന വിശുദ്ധരുണ്ട്, അറിയാത്ത നമുക്ക് ചുറ്റുമുള്ളവരും ഉണ്ടാവാം. നേരിട്ട് സ്വർഗഭാഗ്യത്തിലേക്ക് ദൈവത്തെ മുഖാഭിമുഖം കണ്ട് അവിടുത്തെ സ്തുതിക്കാൻ, മരണത്തിന് ശേഷം അന്നേരം തന്നെ സ്തുതിക്കാൻ അർഹതയുള്ളവർ ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കാതെ പോയി കാണുന്നത്. ചിലപ്പോൾ നമ്മുടെയൊക്കെ പിന്നാമ്പുറങ്ങളിൽ ജീവിക്കുന്നവരായിരിക്കും അവര്. എന്തോ ആട്ടെ, അവർ അങ്ങനെ സ്വർഗഭാഗ്യം നേരിട്ട് പോകുന്നത് അസാധ്യമല്ല, സാധാരണമല്ലെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തത് ശുദ്ധീകരണ സ്ഥലത്തിലേക്കാണ് മിക്കവാറും പോരും പോവുക.
മൂന്നാമത്തേത് നരകത്തിലേക്ക് പോവുക. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. നരകം മനുഷ്യൻ ഓപ്റ്റ് ചെയ്യുന്നതാ. എനിക്ക് സ്വർഗം വേണ്ട, ദൈവത്തിന്റെ സ്നേഹം വേണ്ട എന്ന് ബലമായി സ്വതന്ത്രമായ മനസ്സോടുകൂടെ വരാൻ വരായിക ഇന്നതാണെന്ന് ബോധ്യപ്പെടുത്തി ദൈവത്തെ തിരസ്കരിക്കുമ്പോൾ അവൻ തന്നെ തിരഞ്ഞെടുക്കുന്നത് നരകം. നരകത്തിൽ കുറെ ശിക്ഷ കഴിഞ്ഞിട്ട് ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് പോകാൻ പറ്റുകയില്ല. ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് നരകത്തിലേക്കും പോകാൻ പറ്റുകയില്ല. നരകം എന്നത് പൂർണ്ണമായ ഒറ്റപ്പെടലാണ്. ദൈവത്തിൽ നിന്നും തന്റെ സഹോദരന്മാരിൽ നിന്നുമുള്ള എന്നേക്കുമുള്ള നിത്യമായ ഒറ്റപ്പെടൽ, അവസാനമില്ലാത്ത ഒറ്റപ്പെടൽ. അതിന്റെ വേദന ഏറ്റവും വലിയ വേദന. തീയെ പോകാൻ വേണ്ടി അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഏറ്റവും വലുത് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആരുമില്ല എന്നുള്ളതും തനിക്ക് ആരുമില്ലെന്നുള്ളതും ദൈവത്തിലേക്ക് ഒരിക്കലും തനിക്ക് നഷ്ടപ്പെട്ടു പോയ ആനന്ദം, താൻ വേണ്ടാന്ന് വെച്ച ആനന്ദം സാധിതമായിരുന്നു എന്ന ചിന്തയും എനിക്കത് സാധിച്ചില്ലല്ലോ എന്ന നിരാശയും. അതിനേക്കാളും വലിയ വേദനയില്ല. അത് നിത്യമാണ് എന്നുള്ള നീറിപ്പിടിക്കുന്ന ആ വലിയ വേദന, അത് വേറൊന്ന്. അതാണ് നരകം. ശുദ്ധീകരണ സ്ഥലം എന്നത് പ്രതീക്ഷാനിർഭരമായി നാം നിൽക്കുകയാണ്. ദൈവമേ, എനിക്ക് ചെയ്യാമായിരുന്ന നന്മകൾ ഞാൻ ചെയ്തില്ലല്ലോ എന്നോർത്ത്, അവിടുന്ന് സ്നേഹിച്ചതുപോലെ അവിടുത്തെ സ്നേഹിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് പശ്ചാത്തപിച്ചും ലജ്ജിതനായി നിൽക്കുന്ന അവസ്ഥയാണ് ശുദ്ധീകരണ സ്ഥലം. സ്വർഗമാകട്ടെ, ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് നാം ആ ശുദ്ധീകരണത്തിന്റെ പ്രോസസ്സ് പൂർത്തിയായി കഴിയുമ്പോൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ ആനന്ദമാണ്, ആനന്ദമല്ലാതെ മറ്റൊന്നും നല്ലതാണ്. നിത്യജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. വകുപ്പ് 12ലേക്ക് നമ്മൾ കടക്കുകയാണ്. അന്ത്യവിധിക്ക് ശേഷം നീതിമാന്മാർ ശരീരത്തിലും ആത്മാവിലും മഹത്വീകൃതരായി ക്രിസ്തുവിനോട് കൂടെ എന്നേക്കും ഭരിക്കും. പ്രപഞ്ചം മുഴുവൻ നവീകരിക്കപ്പെടുകയും ചെയ്യും. പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും നാം ആയിരിക്കും. വിശ്വാസ പ്രമാണത്തിന്റെ അവസാനം ഒരു ആമേൻ. ഈ ആമേൻ എന്താ പ്രാധാന്യം? അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഞാൻ ഈ പറഞ്ഞതൊക്കെ ഉറച്ച ബോധ്യത്തോടുകൂടെ, നിർവിശങ്കമായ മനോഭാവത്തോടുകൂടി, കൃത്യമായ പൂർണ്ണമായ ബോധ്യമുള്ള മനസാക്ഷിയോടുകൂടെ ഞാനിത് വിശ്വസിക്കുന്നു എന്നുള്ള ആ പ്രാരംഭ വാക്കുകൾ തുടങ്ങിയ അതേ ഊർജ്ജസ്വലതയോടും ക്ഷമതയോടും വിശ്വാസ തീവ്രതയോടും കൂടി അവസാനിപ്പിക്കുന്നതിന്റെ പേരാണ് ആമേൻ. ഇതാണ് വിശ്വാസ പ്രമാണത്തിന്റെ ഒരു സംക്ഷിപ്തമായ പരിചയപ്പെടുത്തൽ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ, വിശ്വാസത്തിന്റെ നിറകുടമായ അമ്മ, ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ മാധ്യസ്ഥം വഴിയായി സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ ജീവിതത്തെ പരിശുദ്ധ മറിയത്തിന്റെ മുമ്പാകെ വെച്ചുകൊടുത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.